ഈ ജനറലായിട്ട് നമ്മുടെ അവൈലബിൾ സെഷൻസ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു കേസ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയായിട്ടുള്ള കൊല്ലങ്കോട് പ്രദേശം, അതായത് നമ്മുടെ ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥരായ ആനമലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്ത് കിടക്കുന്ന കിഴക്കൻ മേഖലയിലെ 2 പഞ്ചായത്തുകളുടെ ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. വാട്ടർ ക്രൈസിസ് പൊതുവെ ജനറിക്കായിട്ട് പറയുന്നില്ല, നമ്മൾ അവിടെ ഉള്ള വാട്ടർ ക്രൈസിസിൻ്റെ ഒരു 3-4 പോയിന്റ്സ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. പൊതുവെ കിഴക്കൻ മേഖല സ്വാഭാവികമായും മഴയെ ആശ്രയിച്ച്, കുളങ്ങളെയും ഓപ്പൺ വെള്ളിയെ ആശ്രയിച്ച് കൃഷി മേഖലയാണ് ഞങ്ങളുടെ മേഖല. നെൽപ്പാടങ്ങളുടെ അളവ് വിസ്തീർണം വർഷം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് മാംഗോ സിറ്റി ഓഫ് കേരളയാണ്. അപ്പോൾ മാംഗോ കൾട്ടിവേഷൻ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന കേരളത്തിൽ ഉള്ള ഏക ഏരിയ മുതലമഴയാണ്. അപ്പോൾ നമ്മൾ മഴവെള്ളത്തെയും മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്ന ആ മേഖലയിൽ പ്രത്യേകിച്ച് 2 തരം കൃഷിയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഒന്ന് നെൽകൃഷി, മറ്റൊന്ന് മാവ്. അപ്പോൾ ഈ 2 കൃഷി നമ്മളെങ്ങനെ ജനറിക്കായിട്ട് എങ്ങനെ തരംതിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറിഗേഷൻ സോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഈ മേഖല നിലമായിട്ടും, അതായത് പാഡി ഫീൽഡ്സ് ആയിട്ടും, ഇറിഗേഷൻ സോഴ്സ് വളരെ കുറച്ച് കിട്ടുന്ന ഏരിയ പറമ്പായിട്ടും, അതായത് കൂടുതൽ മാവ് കൃഷി ചെയ്യുന്ന ഏരിയ ആയിട്ടും നമുക്ക് അവിടെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂഷ്വലി ഈ പാഡി ഫീൽഡ്സ്, അതായത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എപ്പോഴും ഈ PAP കനാൽ, അതായത് പറമ്പിൽ നാളെ പ്രൊജക്റ്റിൻ്റെ മറ്റേ വെള്ളം കിട്ടാത്തതുകൊണ്ടുള്ള അതിൻ്റെ അഭാവം കൊണ്ട് കൃഷി ഇറക്കാൻ പറ്റിയില്ല, ഡാമിലേക്ക് വെള്ളം എത്തിയില്ല എന്നുള്ള പ്രശ്നം കാലാകാലങ്ങളായിട്ടുണ്ട്. അതിനെക്കുറിച്ച് രാവിലെ നമ്മൾ സംസാരിക്കുന്നത് അത് ഒരു പോളിസി ലെവൽ മാറ്ററാണ്. എന്നിരുന്നാൽ പിന്നെ നമുക്കുള്ള അവിടെ ഉള്ള പ്രശ്നം ഗ്രൗണ്ട് വാട്ടർ ഡെപ്ലീഷൻ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ഏരിയ ചിറ്റൂർ മേഖല, പെരുമാട്ടി, മുതലമട എന്നൊക്കെ പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ കൂടുതൽ എക്സ്പ്ലോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം നേരത്തെ നമുക്കൊരു 300 മുതൽ 400 ഫീറ്റിൽ അടിയിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന പ്രദേശത്ത് ഇപ്പോൾ ഏകദേശം 1000 മുതൽ 1200 അടി വരെ താഴ്ന്നു കഴിഞ്ഞു. ആ ലെവലിൽ എന്നിരുന്നാൽ കർഷകർ വേറെ വഴിയില്ലാതെ നമ്മളതിലേക്ക് അത്രയും ആഴങ്ങളിലേക്ക് ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ആ പ്രദേശത്ത് മുതലമടയിൽ 5 ഡാമുകളുണ്ടെങ്കിലും 2 ഡാമാണ് കൂടുതൽ നമുക്ക് ഇറിഗേഷൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്ത് കിട്ടുന്നത് ഇവിടെ മീൻകരി, ചുള്ളിയാറും. അപ്പോൾ ഡാമുകളുടെ അടുത്തായിട്ട് 1-2 അറിയാലോ ബീവറേജസ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ജലചൂഷണം അമിതമാണ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ വാട്ടർ സോഴ്സ് വളരെ കുറവായിട്ടുള്ള മേഖലയാണ് കിഴക്കൻ മേഖല മുതൽമടയും നമ്മുടെ കൊല്ലം. ക്ലൈമറ്റ് ചേഞ്ചസും ഗ്ലോബൽ വാർമിങ്ങുള്ള ജനറേറ്റ് വിഷയമാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പറയാനുള്ള റീസണാണ് നമ്മുടെ നെൽകൃഷികൾ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ നെൽപ്പാടങ്ങൾ വളരെ വലിയൊരു ശതമാനം നമുക്ക് മാവ് കൃഷിയായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതൊരു സാമ്പിൾ സൈസ് ചെയ്യാൻ നമ്മൾ കാണിക്കുന്നത് കൊല്ലങ്കോട് പഞ്ചായത്തും 2 പഞ്ചായത്ത് നമുക്ക് സെലക്ട് ചെയ്താൽ കൊല്ലങ്കോട് പഞ്ചായത്തിൽ ഏകദേശം 1400 ഹെക്ടർ 2010 ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങൾ ഇപ്പോൾ 950 ഹെക്ടറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മുതലമടയിൽ 1021 ഹെക്ടർ 2010 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 470 ഹെക്ടറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ കൺവേർഷൻ നടന്നിട്ടുള്ളത് 2478 ഏക്കറോളം നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൺവേർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് പോയിരിക്കുന്നത്? നിലം പറമ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വാട്ടർ റീചാർജ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ പറമ്പായി മാറ്റപ്പെടുകയും മാവ് കൃഷി ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വല്ലാത്ത ഇമ്പാക്റ്റാണ് കഴിഞ്ഞ 15 കൊല്ലമായിട്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുളങ്ങളും നെൽപ്പാടങ്ങൾ മാത്രമല്ല കുളങ്ങളും നികത്തപ്പെടുന്ന കുളങ്ങളുടെയും റവന്യൂ പുറമ്പോക്കിൻ്റെയും ഡാറ്റ നമ്മുടെ കയ്യിലില്ല. അതില്ലാതെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ പറ്റുന്ന കർഷകരുടെ അല്ലെങ്കിൽ അവിടെ നെൽപ്പാടങ്ങളുടെ പാടശേഖര സമിതി തന്നിട്ടുള്ള എക്സാക്ട് കണക്ക് മാത്രമാണ് ഇത്രയും. പക്ഷേ നമ്മൾ ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും, സോഴ്സ് ഇതിനേക്കാൾ കൂടുതലായിരിക്കും. കുളം കിണറെല്ലാം നികത്തപ്പെടുന്നതിൻ്റെ ഡാറ്റ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് അവിടെ അടുത്ത് വരുമ്പോൾ ഈ ഒന്ന് വാട്ടർ ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് എയർ വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് കിഴക്കൻ മേഖല. അപ്പോൾ അതിൽ ഒരു വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു വിളയാണ്, കൊമേഴ്ഷ്യൽ വിളയാണ് മാവ്. അപ്പോൾ നമ്മൾ വാങ്ങിയ കിങ് ഓഫ് ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കിങ് ഓഫ് ഫ്രൂട്ട് ആണെങ്കിൽ അത് നമുക്കല്ല,
ട്രേഡേഴ്സിന് അല്ലെങ്കിൽ കച്ചവട മനോഭാവമുള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ ഗുണം ചെയ്തത്, കർഷകർക്കല്ല. അപ്പോൾ ഈ വിള എന്ന് പറയുന്നത്, മാങ്ങ എന്ന് പറയുന്നത് ആ മേഖലയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക കാര്യങ്ങൾ പോലും ഇമ്പാക്ട് ചെയ്യാവുന്ന വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് മാങ്ങ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് മാങ്ങ അവിടെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ആദ്യം വിളയുന്ന സ്ഥലമാണ് മുതൽമട. അത് ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് വിളയുന്നത്, അല്ലാതെ നമ്മളായിട്ട് സൃഷ്ടിച്ചതല്ല. അത് നമുക്ക് പ്രകൃതി തന്ന വരദാനമാണ്. അതിൻ്റെ ആ പ്രകൃതി തന്ന സാഹചര്യം നമ്മൾ എന്താ പറയുക, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡെലിവറി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ആദ്യം പൂക്കുന്നതും വിളയുന്നതും മുതൽമടയിലായതുകൊണ്ട് ഇത് അതിൻ്റെ പ്രൈസ് സ്ട്രക്ചറും വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടൽ കൊമേഴ്ഷ്യൽ വോളിയത്താണെന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇത്രയും ഒരു വോളിയത്തിൽ നടക്കുന്ന സെല്ലിംഗ് നടക്കുന്ന ഒരു വിളയായതുകൊണ്ട് ഈ നെൽപ്പാടങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ട് മാവ് കൃഷിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ടോട്ടൽ മാങ്ങ വിളയുന്ന ഇന്ത്യയിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ കേരളത്തിൽ അത് പ്രത്യേകിച്ച് മുതൽമടയിൽ നമ്മൾ 8% മാത്രമേ ടോട്ടൽ ഇന്ത്യൻ പ്രൊഡക്ഷനിലേക്ക് കാറ്റർ ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ സാമ്പിൾ കണക്ക് ഞാൻ പറയാം. മാംഗോ ഗോൾഡൻ പൊന്മുട്ടിയിടുന്ന താറാവാണ് നമുക്കവിടെ ആ മാവ് കൃഷി. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ നമുക്ക് കൊല്ലങ്കോട് ബ്ലോക്കിൽ ചുറ്റിപ്പറ്റി ഒരു 10,000 ഹെക്ടറോളം മാവ് കൃഷി നടക്കുന്നുണ്ട്. ഈ 10,000 ഹെക്ടർ മാവ് കൃഷിയിൽ ഇത് വളരെ സ്പെസിഫിക് ഓതന്റിക് കണക്കാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പറയുന്ന അവർ പറയുന്ന പ്രൊഡക്ടിവിറ്റി അനുസരിച്ചാണ് ഈ ചാർട്ട് ഞാൻ പറയുന്നത്. പക്ഷേ ആക്ച്വൽ ചാർട്ട് ഇതിനേക്കാളും കൂടുതലാണ്. SHM പറയുന്നത് ഒരു 10 മുതൽ 15 വർഷം പ്രായമുള്ള മാവ് ശരാശരി 200 കിലോ കായ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ഒരു മാവ് 2-3 ടൺ കാക്കുന്ന മാവുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ എത്രയോ കുറഞ്ഞ ശതമാനമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ SHM പ്രൊഡക്ടിവിറ്റി ചാർട്ട് അനുസരിച്ച് നമുക്ക് കണക്കെടുത്താൽ പോലും നമുക്ക് അവിടെ ഒരു ശരാശരി കൊമേഴ്ഷ്യൽ വോളിയം 4,500 കോടി രൂപ ഉണ്ട്. ഈ 4,500 കോടി രൂപ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഡ്രൈ ലാൻഡിൽ കൃഷി ഇറക്കിയിട്ടാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഡ്രൈ ലാൻഡ് നിലനിർത്തണം. ഇപ്പം നീർത്തടങ്ങൾ ഉണ്ടായിരുന്ന നെൽപ്പാടുകൾ കുറയും. ഇതെല്ലാം അതിൻ്റെ ഇമ്പാക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ വോളിയം അവിടെ കൊമേഴ്ഷ്യൽ വോളിയം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ അനുഭവിക്കുന്ന മിഡിൽ സപ്ലൈ ചെയിനിലുള്ള മിഡിൽമെൻസാണ്. ഫാർമേഴ്സിന് ബെനിഫിറ്റ് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് കൃഷിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ കച്ചവടം നടക്കുന്നത് കച്ചവടത്തിലാണ്. സ്പെക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു എമൗണ്ട് പറഞ്ഞിട്ടാണ് ഈ കൃഷി കച്ചവടക്കാരെ കൊണ്ടുപോകുന്നത്. ഈ മാവ് കൃഷിയുടെ 4,500 കോടിയുടെ വോളിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും കണക്കാക്കണം ഇതിന് അനുപാതികമായിട്ട് എത്രത്തോളം പെസ്റ്റിസൈഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ന്യൂസിലും മറ്റുള്ള ചാനൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം 2024 അവിടെ ആ മേഖലയിൽ തെളിക്കപ്പെട്ടുള്ള മരുന്നിൻ്റെ ഒരു കണക്കാണ്. പ്ലാന്റ് ഗ്രോത്ത് കൾട്ടർ നമ്മൾ ജൂൺ മുതൽ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ സീസണിൽ എല്ലാ വർഷവും എല്ലാ മാവുകൾക്കും അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒറ്റ സിംഗിൾ പ്രോഡക്റ്റ് മാത്രം ഏകദേശം 30 കോടി രൂപയുടെ കച്ചവടം നടക്കും. അതായത് 38,000 ലിറ്റർ വിൽക്കപ്പെടും. ഒരു ലിറ്റർ 5,500 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഞാൻ കാണിക്കുന്ന കണക്ക് ചുരുക്കമാണ്. ഇതിന് കൂടുതലായിരിക്കും, ആക്ച്വൽ ഫിഗേഴ്സ് ഇതിന് കൂടുതലാണ്. പിന്നെ അവിടെ തെളിയിക്കപ്പെടുന്ന പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഫംഗിസൈഡ് ഉൾപ്പെടെ ഞാനവിടെ ആവറേജ് വോളിയം പെർ ലിറ്ററിന് 1,500 വെച്ചേ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ 5,000 രൂപ വരെ വിൽക്കുന്ന മരുന്നുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം ലിറ്റർ മരുന്ന് വിൽക്കപ്പെടും. അതിൽ നിന്ന് ഒരു 62 കോടി രൂപയുടെ ബിസിനസ് വോളിയതുണ്ടാവും. ശരാശരി പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററും പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ചേർത്തിട്ട് 100 കോടിയിലധികമാണ് ഈ മരുന്ന് കച്ചവടം അവിടെ നടക്കുന്നത്. ഈ മരുന്ന് ഈ അടിക്ക് തെളിയിക്കുന്ന മരുന്നൊക്കെ എവിടെയാണ് പോകുന്നത്? നമ്മളെന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് തെളിക്കാൻ വെറുതെ മരുന്ന് നമുക്ക് തെളിക്കാൻ പറ്റില്ല. ഇത് സ്പ്രേയിങ്ങിന് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലിറ്റർ വാട്ടർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് പൊല്യൂട്ട് ചെയ്യപ്പെടും. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കുണ്ടാകും സ്വാഭാവികം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മൊത്തം കണക്കിൽ ഞാനൊരു 5% ഓർഗാനിക് ഫാമേഴ്സായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷേ 5% പോലും ഓർഗാനിക് ഫാമേഴ്സ് ഇല്ല. വെള്ളമെണ്ണ ആൾക്കാരെ ഉള്ളൂ. മൊത്തം 10,000 ഹെക്ടറിൽ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നവർ 2-3% ആൾക്കാരെ ഉള്ളൂ. അവർ ഓർഗാനിക് ചെയ്യില്ല. കാരണം ഓർഗാനിക് ചെയ്താൽ ഓർഗാനിക് ചെയ്യപ്പെടുന്ന പ്രൊഡ്യൂസ്
നമുക്ക് കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കമേഴ്ഷ്യൽ വോളത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഓർഗാനിക് പ്രൊഡ്യൂസിൻ്റെ വോള്യൂം കുറവാണെന്ന് അറിയുന്നതുകൊണ്ട് പലരും അത് ഉപേക്ഷിച്ച് പോയിരിക്കാം. ഞങ്ങൾ ഓർഗാനിക്കിൻ്റെ ആൾക്കാരാണ് ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സാറ് ഓർഗാനിക് കൃഷി ചെയ്യുന്നത്. ഇവിടെയുള്ള ശ്രോതാക്കൾ പലരും ഓർഗാനിക്കിൻ്റെ ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ടോട്ടൽ വോളത്തിൽ 2-3% മാത്രമേ ഓർഗാനിക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ തെളിയിക്കപ്പെടുന്ന എങ്ങനെയാണ് പൊല്യൂഷൻ ചെയ്യുന്നത് ഞാൻ പറയുമ്പോൾ ശരാശരി നമുക്ക് 24,700 ഏക്കർ ഒരു ഏക്കറിന് 1000 ലിറ്റർ ഡോസേജിന് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ മരുന്ന് വരെ ഇൻപുട്ട് ചെയ്യും. അപ്പോൾ 2 ലിറ്റർ ഈസ് ടു 1000 ലിറ്റേഴ്സ് ടാങ്ക്. 1000 ലിറ്റേഴ്സ് ആണ് ഒരു ഏക്കറിന് നമ്മൾ സ്പ്രേ ചെയ്യുക. ഈ 1000 ലിറ്റേഴ്സ് ടാങ്ക് ഒരു ഏക്കറിന് സ്പ്രേ ചെയ്യുന്നത് മോർ ദാൻ 10 ടൈംസ് ആണ്. ഞാൻ ശരാശരി 10 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ 10,000 ലിറ്റർ ഒരു ഏക്കറിൽ സ്പ്രേ ചെയ്യപ്പെടും. 10,000 ലിറ്റർ സ്പ്രേ ചെയ്യപ്പെടുമ്പോൾ ശരാശരി 20 ലിറ്റർ 20 ലിറ്ററോളം മരുന്ന് ഒരു ഏക്കർക്ക് സ്പെൻഡ് ചെയ്യപ്പെടും. അതിന് ടോട്ടൽ വോളിയം നമുക്ക് 2 കീടനാശിനി. അപ്പോൾ നമുക്ക് ഏകദേശം 2,47,000 ലിറ്റർ കീടനാശിനികളാണ് നമ്മുടെ ശരാശരി തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പൊല്യൂഷൻ മുഴുവൻ ചെന്നറിയുന്നത് സ്വാഭാവികമായും മണ്ണിലും ജലത്തിലും ഭാരതപ്പുഴയിൽ അൾട്ടിമേറ്റ്ലി ഭാരതപ്പുഴയിൽ അത് ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. ഈ കോഴ്സിലാണ് മരുന്ന് സ്പ്രേ ചെയ്യുന്നത്. അത് മരുന്ന് തെളിച്ചുകൊണ്ട് ലാസ്റ്റ് 2 വർഷമായിട്ട് ഡ്രൈ സീസണിൽ വന്ന് കഴിഞ്ഞുമായി പറയുന്നത് സിന്ധൂർ വന്നിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഫാം കൂടിയാണ്, ചുറ്റുപാടത്തെ ഗവൺമെൻറ് ഫാം കൂടിയാണ്. അങ്ങനെ ഇൻഡോസൾഫാൻ മിക്സിനെ കുറിച്ച് നമ്മൾ 15 വർഷമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഡാറ്റയിൽ പുറത്തു വരാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങൾ ജനറിക്കായിട്ട് നമ്മൾ പറഞ്ഞുവെങ്കിലും ഇതിനെ നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻസ് ആണ്. ഞങ്ങളിത് 10-15 വർഷമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് പോളിസി ലെവലിൽ ചേഞ്ച് കൊണ്ടുവരാൻ. അപ്പോൾ നമുക്കൊരു സെൻട്രലൈസ്ഡ് പെസ്റ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ടീം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പവർ കൊടുത്തുകൊണ്ട് നമുക്കൊരു സെൻട്രലൈസ്ഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടീം നിശ്ചയിക്കുന്ന അളവിൽ അല്ലെങ്കിൽ ഡോസേജിലായിരിക്കും കീടനാശിനി അവിടെ തെളിയിക്കപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹെവി പെസ്റ്റിസൈഡ് യൂസേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അവിടെ 1-2 ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസും ക്ലസ്റ്റേഴ്സും ഉണ്ടെങ്കിലും ഇവർ ഓർഗാനിക് ലെവലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസറുകളെയോ അല്ലെങ്കിൽ ഇവിടെ അഗ്രികൾച്ചർ പാക്കേജ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസറുകളെയോ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു വിധത്തിൽ ഈ കീടനാശിനിയുടെ അമിത യൂസേജിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത് 10,000 കൂടുതൽ മോഡൽ വിളവെടുപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ മോണോക്രോപ്പിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് മറ്റുള്ള വിളകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അഫോസ്റ്റേഷൻ്റെ കുറിച്ചൊക്കെ സേനത്തോടെ പറഞ്ഞിട്ടായിരുന്നു. സോഷ്യൽ ഫോറസ്റ്റ് കൊണ്ടുവരണം, പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, നീർത്തടങ്ങളെയും കുളങ്ങളെയും ഗായത്രീന് പൊല്യൂഷൻ ഫ്രീ ഗായത്രികളോട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ മാഡം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതോടനുബന്ധിച്ച് നമുക്ക് കീടനാശിനിയിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനൊരു ചെറിയ സജഷൻ. താങ്ക് യു. രണ്ട് ഫാക്ടറാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. ഒന്ന് ഫസ്റ്റ് വാട്ടർ ക്രൈസിസ് ആൻഡ് ദ ഇഷ്യൂ ഓഫ് ദ ഈസ്റ്റേൺ ദ മാംഗോ ബെൽറ്റ്. കൾട്ടർ നമ്മൾ ജൂൺ മുതൽ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ സീസണിൽ എല്ലാ വർഷവും എല്ലാ മാവുകൾക്കും അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒറ്റ സിംഗിൾ പ്രോഡക്റ്റ് മാത്രം ഏകദേശം 30 കോടി രൂപയുടെ കച്ചവടം, അതായത് 38,000 ലിറ്റർ വിൽക്കപ്പെടും. 1 ലിറ്റർ 5,500 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഞാൻ കാണിക്കുന്ന കണക്ക് ചുരുക്കമാണ്, ഇതിൽ കൂടുതലായിരിക്കും, ആക്ച്വൽ ഫിഗേഴ്സ് ഇതിൽ കൂടുതലാണ്. പിന്നെ അവിടെ തെളിയിക്കപ്പെടുന്ന പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, ഫംഗിസൈഡ് ഉൾപ്പെടെ ഞാനവിടെ ആവറേജ് വോളിയം പെർ ലിറ്ററിന് 1,500 വെച്ചേ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ 5,000 രൂപ വരെ വിൽക്കുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം ലിറ്റർ മരുന്ന് വിൽക്കപ്പെടും.
അതിൽ നിന്നൊരു 62 കോടി രൂപയുടെ ബിസിനസ് ഓണേറുണ്ടാവും. ശരാശരി പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററും പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ചേർത്തിട്ട് 100 കോടിയിലധികമാണ് ഈ മരുന്ന് കച്ചവടം അവിടെ നടക്കുന്നത്. ഈ മരുന്ന് തെളിയിക്കുന്ന മരുന്നൊക്കെ എവിടെയാണ് പോകുന്നത്? നമ്മളെന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് തെളിക്കാൻ വെറുതെ മരുന്ന് നമുക്ക് തെളിക്കാൻ പറ്റില്ല. ഇത് സ്പ്രേയിങ്ങിന് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലിറ്റർ വാട്ടർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് പൊല്യൂട്ട് ചെയ്യപ്പെടും. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കുണ്ടാകും സ്വാഭാവികം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മൊത്തം കണക്കിൽ ഞാനൊരു 5% ഓർഗാനിക് ഫാമേഴ്സായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷേ 5% പോലും ഓർഗാനിക് ഫാമേഴ്സ് ഇല്ല. വെള്ളമെല്ലാം ആൾക്കാരെ ഉള്ളൂ. മൊത്തം 10,000 ഹെക്ടറിൽ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നവർ 2-3% ആൾക്കാരെ ഉള്ളൂ. അവർ ഓർഗാനിക് ചെയ്യില്ല. കാരണം ഓർഗാനിക് ചെയ്താൽ ഓർഗാനിക് ചെയ്യപ്പെടുന്ന പ്രൊഡ്യൂസ് നമുക്ക് കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കമേഴ്ഷ്യൽ വോളത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഓർഗാനിക് പ്രൊഡ്യൂസിൻ്റെ വോള്യൂം കുറവാണെന്ന് അറിയുന്നതുകൊണ്ട് പലരും അത് ഉപേക്ഷിച്ച് പോയിരിക്കാം. ഞങ്ങൾ ഓർഗാനിക്കിൻ്റെ ആൾക്കാരാണ്. ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സാറ് ഓർഗാനിക് കൃഷി ചെയ്യുന്നത്. ഇവിടെയുള്ള ശ്രോതാക്കൾ പലരും ഓർഗാനിക്കിൻ്റെ ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ടോട്ടൽ വോളത്തിൽ 2-3% മാത്രമേ ഓർഗാനിക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ തെളിയിക്കപ്പെടുന്ന എങ്ങനെയാണ് പൊല്യൂഷൻ ചെയ്യുന്നത് ഞാൻ പറയുമ്പോൾ ശരാശരി നമുക്ക് 24,700 ഏക്കറാണ്. 10,000 ഹെക്ടർ. 1 ഏക്കറിന് 1000 ലിറ്റർ ഡോസേജിന് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ മരുന്ന് വരെ ഇൻപുട്ട് ചെയ്യും. അപ്പോൾ 2 ലിറ്റർ ഈസ് ടു 1000 ലിറ്റേഴ്സ് ടാങ്ക്. 1000 ലിറ്റേഴ്സ് ആണ് 1 ഏക്കറിന് നമ്മൾ സ്പ്രേ ചെയ്യുക. ഈ 1000 ലിറ്റേഴ്സ് ടാങ്ക് 1 ഏക്കറിന് സ്പ്രേ ചെയ്യുന്നത് മോർ ദാൻ 10 ടൈംസ് ആണ്. ഞാൻ ശരാശരി 10 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ 10,000 ലിറ്റർ 1 ഏക്കറിൽ സ്പ്രേ ചെയ്യപ്പെടും. 10,000 ലിറ്റർ സ്പ്രേ ചെയ്യപ്പെടുമ്പോൾ ശരാശരി 20 ലിറ്റർ 20 ലിറ്ററോളം മരുന്ന് 1 ഏക്കർക്ക് സ്പെൻഡ് ചെയ്യപ്പെടും. അതിന് ടോട്ടൽ വോളിയം നമുക്ക് 2 മരുന്നല്ല കീടനാശിനി കീടനാശിനി. അപ്പോൾ നമുക്ക് ഏകദേശം 2,47,000 ലിറ്റർ കീടനാശിനികളാണ് അവിടെ ശരാശരി തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പൊല്യൂഷൻ ഗുണം ചെന്നറിയുന്നത് സ്വാഭാവികമായും മണ്ണിലും ജലത്തിലും ഭാരതപ്പുഴയിൽ അൾട്ടിമേറ്റ്ലി ഭാരതപ്പുഴയിൽ അത് ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. ഈ ഫോഴ്സിലാണ് മരുന്ന് സ്പ്രേ ചെയ്യുന്നത്. അത് മരുന്ന് തെളിച്ചുകൊണ്ടും ലാസ്റ്റ് 2 വർഷമായിട്ട് ഡ്രൈ സീസണിൽ വന്ന് കഴിഞ്ഞ പറയുന്നത് സിന്ധൂർ വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഫാം കൂടെയാണ്. ചുറ്റുപാടത്തെ ഗവൺമെൻറ് ഫാം കൂടെയാണ്. അങ്ങനെ യൂണിവേഴ്സൽ ഫാം വിക്ടിംസിനെ കുറിച്ച് നമ്മൾ 15 വർഷമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഡാറ്റ പുറത്തു വരാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങൾ ജനറൽക്കായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇതിനെ നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻസ് ആണ്. ഞങ്ങളിത് 10-15 വർഷമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടെയാണ് പോളിസി ലെവലിൽ ചേഞ്ച് കൊണ്ടുവരാൻ. അപ്പോൾ നമുക്കൊരു സെൻട്രലൈസ്ഡ് പെസ്റ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ടീം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പവർ കൊടുത്തുകൊണ്ട് നമുക്കൊരു സെൻട്രലൈസ്ഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടീം നിശ്ചയിക്കുന്ന അളവിൽ അല്ലെങ്കിൽ ഡോസേജിലായിരിക്കും കീടനാശിനി അവിടെ തെളിയിക്കപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹെവി പെസ്റ്റിസൈഡ് യൂസേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അവിടെ 1-2 ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസും ക്ലസ്റ്റേഴ്സും ഉണ്ടെങ്കിലും ഇവർ ഓർഗാനിക് ലെവലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസറുകളോ അല്ലെങ്കിൽ ഇവിടെ എക്സ്പെൻസീവ് പാക്കേജ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസറുകളോ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു വിധത്തിൽ ഈ കീടനാശിനിയുടെ അമിത യൂസേജിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത് 10,000-ൽ കൂടുതൽ ഓൾറെഡി വിളവെടുപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ മോണോക്രോപ്പിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് മറ്റുള്ള വിളകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അഫോസ്റ്റേഷനെ കുറിച്ചൊക്കെ സേനത്തോടെ പറഞ്ഞിട്ടായിരുന്നു. സോഷ്യൽ ഫോറസ്ട്രി കൊണ്ടുവരണം, പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, നീർത്തടങ്ങളെയും കുളങ്ങളെയും റീചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഗായത്രീന് പൊല്യൂഷൻ ഫ്രീ ഗായത്രികളോട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ മാഡം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതോടനുബന്ധിച്ച് നമുക്ക് കീടനാശിനിയിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനൊരു ചെറിയ സജഷൻ.
താങ്ക് യു.